പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫിഷിങ്ങിന് പോയായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് വൈകുന്നേരമുള്ള ഫിഷിംഗ് ആയിരുന്നു. നമ്മൾ കായലിലാണ് നമ്മൾ പോയത്. കായലിൽ നിന്നെല്ലാം കലങ്ങി ഒരു വല്ലാത്ത കളർ ഇരിക്കുക. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയ ഫസ്റ്റ് കരിമീനത് കേട്ടോ. അടിച്ച് ഞാൻ എടുത്ത് വലിയ കുഴപ്പമില്ലാതെ പെടലിക്ക് എങ്ങാണ്ട് അടിയുണ്ടത് വലിയ കുഴപ്പമില്ലാതെ പുള്ളി കഴിഞ്ഞ് കയറി പോരുന്നു. നമുക്കിനി അവനെ എടുത്ത് കവറിലാക്കിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടോ. വെള്ളത്തിനൊക്കെ ഒരു വല്ലാത്ത കളറാണ്. എന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കോലാനെ അടിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടിരുന്നേ. അപ്പോൾ ഒത്തിരി നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോലാൻ കിടന്ന് കറങ്ങും. എന്നാലും നമ്മളതിനെ അടിക്കാൻ പോവാം. എന്തായാലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് കൊള്ളത്തില്ലെന്ന്. നമ്മളെ ഡാർട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ആയതുകൊണ്ട് പിടച്ച് എന്നങ്ങാണ്ടാണ് കൊണ്ടത്. എന്തായാലും അടിപൊളിയായിട്ട് അതിനെ അങ്ങ് അടിച്ചങ്ങ് അപ്പുറത്ത് ഇറങ്ങി. ഇനി ഒരുപാട് നേരമായിട്ട് കളിപ്പിക്കുന്നില്ല. നമുക്കിനി അപ്പുറത്തോട്ട് പോകണം. ഇനി നമ്മുടെ പഴയ സ്പോട്ടിലേക്ക് ഒന്ന് പോകണം. ആറ്റിലോട്ടൊക്കെ ഒന്ന് പോകണം. അല്ല നമ്മളിതിനെ പതുക്കെ കഴിഞ്ഞാൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ മേളിൽ കയറ്റി അല്ല നമുക്ക് കവറിലോട്ടാക്കാം. ആക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത് വേറെ സ്ഥലത്തോട്ട് പോവാം. അടുത്ത് നമുക്ക് 2-3 കോലാനെ കിട്ടുന്നുണ്ട്. ഒത്തിരി നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോട്ടെ അടിക്കണ്ടെന്ന് വെച്ചപ്പോൾ നമ്മുടെ അനങ്ങാതെ 5-6 കരിമീൻ നിൽക്കുന്നുണ്ടോ. അതിൽ ഓരെണ്ണത്തിന് നമ്മൾ അടിക്കുക. ഷോട്ട് അടി കൊണ്ട് അത് ഓടിച്ചെന്ന് അതിൻ്റെ അടിയിലെങ്ങാണ്ട് കമ്പം കൊണ്ടുവരുന്നു. അതിൽ ചെന്ന് ചുറ്റി. എന്തായാലും നല്ല രീതിയിൽ ചുറ്റാനുള്ള സമയം കൊടുത്തില്ല. അതിന് മുമ്പ് നമ്മളിഞ്ഞ് വലിച്ച് കരക്കിട്ട് വേണ്ട വരുന്നുണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ്. കരക്കിട്ട് ഇനി നമുക്ക് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മൾ മീനെല്ലാം ലാസ്റ്റ് കാണാം. ഒരു മീൻ അവിടെ നിന്നങ്ങ് കളിപ്പിക്കുക. നല്ലൊരു അവസരം നമ്മൾ നോക്കി നിൽക്കുക. എയിമിങ് പിടിക്കുമ്പോൾ അന്നേരം ഓടും. നല്ലൊരു അവസരം നമ്മൾ നോക്കി നിൽക്കുക. നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു അവസരം കിട്ടുകയും ചെയ്യും. അടിച്ച് വേണ്ട നമുക്കതിനെ കിട്ടിയ കേട്ടോ. കുഴപ്പമില്ല, ഒരു കരിമീനാണ്. എന്നാലും പുള്ളിക്കാരനെ നമ്മളിഞ്ഞ് കരക്കെടുത്തിടും ഉണ്ടോ. ഇതൊക്കെ അടിപൊളി ഷൂട്ടുകളാണ് കിട്ടുന്നത്. പക്ഷേ കലങ്ങിപ്പോയി വെള്ളം മൊത്തം. നമുക്കതിനെ അടുത്തൊരു സ്പോട്ടിൽ പോകാം. ദൂരെ നിൽക്കൂ. ഓക്കെ കൂടാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ ഈ കോലാനെ നമ്മളെ തെറ്റിപ്പിടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. വറുത്ത് അടച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ പ്രശ്നം കേട്ടോ. അല്ല വറ്റലും മുളക് ഇട്ട് നമ്മൾ കഴിക്കുന്ന കണക്ക് കൈ പിടിച്ചിട്ട് രാവിലെ അടിപൊളിയായി ഇത് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാം. സെറ്റപ്പാണ് അത്. അടുത്ത ഫിഷിങ് നോക്കിക്കുകയാണെങ്കിൽ നിസ്സാരം പോലെ ഞാൻ ഒരു കോലാനെ അടിച്ചെടുക്കുന്നത്. അടിയോട് അമ്പ് ഒരു കമ്പി തട്ടി തെറിച്ച് വന്ന കണക്ക ആ കോലാൻ അടികൊണ്ട് അമ്പ് എൻ്റെ ശരീരത്തോട് ഇറങ്ങി അപ്പുറം പോയത്. അട്ടി കൊണ്ട് അമ്പ് പോയി പൂക്ക് പോയി. മുഴുത്ത ഒരെണ്ണത്തിനെ പിടിച്ചു. മുഴുത്തത് കടിക്കരുത്. ഒന്നുമില്ല, വീട്ടിൽ പോയി ഇച്ചിരി നേരത്തെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി തീരുമാനിക്കാം കേട്ടോ. തോനെയൊന്നുമില്ല, ചീനിയും കൂട്ടി. ഇതെങ്ങനെ ഒന്ന് കയറിയെന്ന് പോലും അറിയാൻ വയ്യ. ഒരെണ്ണം കിടക്കുന്ന കേട്ടോ. കാത്ത് തന്നെ വെളിയുന്നുണ്ടോ.
പൊരിക്കാനുള്ള കമ്പെടുത്തുകൊണ്ട് വന്നു. പൊരിക്കാനുള്ള കമ്പെടുത്തുകൊണ്ട് ഒരു കണമ്പ് കിട്ടി. ഒരു കണമ്പ് കിട്ടി. കുഴപ്പമില്ല 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 കുഴപ്പമില്ല. ഇപ്പം വിടാം. ഒരു കണമ്പ് എന്തെങ്കിലും ഒരു കണമ്പിനെ കിട്ടി. അടിപൊളി മടങ്ങി അതങ്ങ്. അട്ടി എവിടെയോ കൊണ്ട് കേട്ടോ. അത് കനക്കമില്ല കേട്ടോ. വെള്ളം അവിടെ അങ്ങനെ കിടക്കുക. ഇയാളാണ് ഇത്രയും ദൂരത്തിൽ വലുതായിട്ട് കാണിച്ചേ. ജസ്റ്റായി പോയില്ലടി. ഇത്രയും ദൂരത്തിൽ വലുതായിട്ട് കാണിച്ചത് കഷിയാണ്. അടിപൊളി ചെമ്പല്ലി നിൽക്കുന്നു. ഇവിടെ നമ്മൾ വാഹയെ പിടിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ വാഹയെ പിടിക്കാൻ വന്നപ്പോൾ കണ്ട ഒരു കരിമീൻ നിൽക്കുന്നുണ്ട്. അതിനെ നമ്മളെ അടിച്ചെടുത്ത്. എന്തായാലും നമ്മുടെ കൈവെള്ളേക്കായി ഉണ്ട് കരിമീൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്കൊരു വാഹയെ കിട്ടുന്നേ. നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല കേട്ടോ അത് കിട്ടുമെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് കിട്ടി. ഒരാഴ്ച കൊണ്ട് ഞാൻ നടന്ന് കറങ്ങും ഒരു വാഹയെ പിടിക്കാൻ. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണോ. നോർമൽ ഡാർട്ട് കൊണ്ടാണ് നമ്മളതിനെ അടിക്കുന്നത്. ആ ശീലാന്തിയുടെ അടിയിൽ പോയി ഒത്തിരി കമ്പുകൾ കിടപ്പുണ്ട്. അതിലെല്ലാം കൂടെ കയറി കുരുങ്ങി. ഞാൻ വിചാരിച്ചാൽ അതും കയ്യിൽ നിന്ന് പോകുമെന്ന്. എന്തായാലും കൊച്ചൊരു കമ്പിലാണ് കുരുങ്ങിയത്. കമ്പിനകത്ത് കയറി കളിക്കുന്നു. കമ്പിനകത്ത് ഉറക്കി പൊട്ടിക്കാൻ പോയതാ കേട്ടോ. കമ്പിനകത്ത് കയറി ഇതുപോലെ കയറി അങ്ങ് ഉടക്കും. കമ്പ് വരെ എടുക്കട്ടെ. കുഴപ്പമില്ല തരുവാ. അടിപൊളി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഫിഷിങ്ങിലെ ലാസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. ലാസ്റ്റ് ഷൂട്ടും ലാസ്റ്റ് മീനും നല്ലൊരു കരിമീനാണ്. അതിനെ ഒത്തിരി നേരമായിട്ട് കളിപ്പിച്ചില്ല. അവിടെ മൊത്തം പാർക്കല്ലാണ്ട് പെട്ടെന്ന് ഇഞ്ഞെടുത്ത് കരക്കിട്ടതാണ്. അല്ല അതിനെയൊക്കെ എടുത്ത് നമ്മൾ ബാഗിലാക്കി അവിടെ തന്നെ ഒരു അണ്ണൻ വന്ന അണ്ണനെ തന്നെ നമ്മളതങ്ങ് കൊടുത്തത് നമ്മളെ മീനിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊടുത്തത്. അല്ല നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു.
അതെല്ലാം ഓർത്തില്ല, ഓർക്കാപ്പുറത്ത് നമ്മളങ്ങ് കൊടുക്കുന്നതാ. പിന്നെ നമ്മൾ ഓർക്കുന്നത് മീൻ കാണിച്ചില്ലല്ലോ. 2-3 വീഡിയോയിൽ അങ്ങനെ പറ്റി എനിക്ക്. അങ്ങനെ അവിടെ ഒരു പഴയൊരു ഉടുപ്പ് കിടന്ന് അണ്ണൻ തന്നെ ആ ഉടുപ്പ് എടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ തട്ടിയിട്ട് വന്ന് നിൽക്കല മീനെയൊക്കെ നമ്മളൊന്ന് കാണിക്കുന്നു. അവിടെ തന്നെ അത് മൊത്തം കൊടുത്ത്. ഇതിനകത്ത് കായൽ മീനും നമ്മുടെ ആറ്റുമീനും കിടപ്പുണ്ട്. കായൽ മീൻ. അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വാഗ ഷൂട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.